കൂടെ ആരെങ്കിലും ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ കയറാൻ ബുദ്ധിമുട്ടണല്ലേ. അപ്പോൾ ഒരാളെയും കൊണ്ട് ഇങ്ങോട്ട് കയറണമെങ്കിൽ പിന്നെ ഒരിക്കലും കൈ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ കഴിയില്ല. എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇന്നലെ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടി തുടിയപ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 300 മീറ്റർ അകലെയുള്ള വീട്ടിൽ ഈ പ്രതിയാണെന്ന് പറയുന്ന ഈ പയ്യൻ വന്ന് വെള്ളം ചോദിച്ച് മനസാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. പലരും ഇതിനോടൊക്കെ അതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു 14 വയസ്സുകാരി മരണപ്പെട്ട സംഭവം. അവൾ എങ്ങനെയാണ് മരണപ്പെടുന്നത്? അവളുടെ 14 വയസ്സുകാരനായിട്ടുള്ള കാമുകനാണ് മരണപ്പെടുന്നത്. ഉള്ളത് പറയാലോ, ഞാൻ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്തയെ വരവേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം ഈ ഒരു ടോപ്പിക്ക് മാത്രമാണ് ചർച്ച ചെയ്തത്. അല്ലെ, വേറെ ഒന്നും തന്നെ അവർക്ക് ഡിസ്കസ് ചെയ്യാനില്ലായിരുന്നു. എന്നാലും ഒരു 16 വയസ്സ് പ്രായത്തിൽ തന്റെ കാമുകിയെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ പ്രായത്തിലൊക്കെ നമ്മുടെ ചിന്താഗതി എന്തായിരുന്നു എന്ന് ഓർക്കണം. എനിവേ, ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പരിശോധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഈ കേസിന്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ പറയുന്ന 14 വയസ്സുകാരിയും 16 വയസ്സുകാരനും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു. ഇവരുടെ പേരോ ഡീറ്റെയിൽസ് ഒന്നും ഇന്നേ വരെ ഒരു മാധ്യമവും പുറത്തു വിട്ടിട്ടില്ല. അറിയാലോ, രണ്ടുപേരും മൈനറാണ്. രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് പുറത്തു വിട്ട് കഴിഞ്ഞാണെങ്കിൽ അതിന്റേതായ കോൺസിക്വൻസുകൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ രണ്ടാളുടെയും പേര് വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചു കാലമായിട്ട് ഇവർ രണ്ടാളും പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇവരുടെ പ്രണയം പൊക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്ത് ചെയ്യുന്നു? ഈ 16 വയസ്സുകാരനെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ശേഷം മേലാലിത് ആവർത്തിക്കരുത്, നിങ്ങൾ പഠിച്ച് നടക്കേണ്ട പ്രായമാണ്, നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞ് ഈ 16 വയസ്സുകാരന് ഈ വീട്ടുകാർ ഉപദേശിച്ച് അങ്ങ് വിടുന്നു. പക്ഷെ അറിയാലോ, പ്രായം അതാണ്, കൗമാരമാണ് പ്രായം. രണ്ടുപേരും ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. അവരവരുടെ പ്രണയം വീണ്ടും തുടർന്നു കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം മുമ്പ് ഈ പറയുന്ന പെൺകുട്ടി സ്കൂളിലേക്കാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അങ്ങനെ പോയി ഈ പെൺകുട്ടി വൈകുന്നേരമായിട്ടും വീട്ടിലേക്ക് തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ പരിഭ്രാന്തയായി. അങ്ങനെ അമ്മ എന്താക്കി, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. രാവിലെ സ്കൂളിലേക്കൊന്നും പോയി പറഞ്ഞ മകൾ വൈകുന്നേരം സമയമായിട്ടും തിരിച്ചു വന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോലീസുകാർ എന്താക്കി, നേരെ മിസ്സിംഗ് കേസ് എടുത്ത് കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു. ഇവരൊരു രാത്രി മുഴുവനും കുഞ്ഞിനെ തെരഞ്ഞു. പക്ഷെ ആ കുഞ്ഞിനെ ഇവർക്ക് എവിടെ ഒന്നും കണ്ടു കിട്ടാനായില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വാണിയമ്പലത്തിലുള്ള റെയിൽവേ ട്രാക്കിനടുത്താണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതും കുറ്റിക്കാട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ ഈ പറയുന്ന റെയിൽവേ ട്രാക്കിലേക്ക് ഉണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടി സ്കൂളിന്റെ ഭാഗത്തേക്ക് ബസ് ഇറങ്ങി പോകുന്നത് പലരും കണ്ടു എന്നും പറയുന്നുമുണ്ട്. പക്ഷെ ഈ പെൺകുട്ടി സ്കൂളിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ സ്കൂളിലെ ഗേറ്റ് വരെ എത്തി സ്കൂളിലേക്ക് കയറാത്ത ഈ പെൺകുട്ടി ഏതാനും മണിക്കൂറുകൾക്കിപ്പുറം റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ പോലീസ് ഒരു അനുമാനത്തിലെത്തി. മിക്കവാറും ഇവൾ കാമുകന്റെ കൂടെ തന്നെ പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു അനുമാനത്തിൽ അങ്ങനെയാണ് കാമുകനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഈ 16 വയസ്സുകാരനായിട്ടുള്ള കാമുകനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരുടെ ചോദ്യത്തിന് മുന്നിൽ അധികം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ പെട്ടെന്ന് അങ്ങ് കുറ്റം സമ്മതിച്ചു. ഞാൻ അവളെ ബലാത്സംഗം ചെയ്ത് കൊന്നതാണ് സാറേ എന്നുള്ള രീതി. എന്തൊരു ദാരുണമായിട്ടൊരു അവസ്ഥയാണ് അല്ലെ. 16ാമത്തെ വയസ്സിൽ സ്വന്തം കാമുകിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തിയ കാര്യങ്ങൾ. ഇവൻ ബലാത്സംഗം ചെയ്ത് കൊന്നെന്നാണ് പറയുന്നത്. ഈ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുമായി ബലമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ ഇവനോട് സെക്സ് ചോദിച്ചിട്ടുണ്ടാക്കണം, അവൾ അത് നിരസിച്ചിട്ടുണ്ടാക്കണം. അങ്ങനെ ഇവന് ദേഷ്യം പിടിച്ച് ബലമായി ഇവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാക്കണം. പക്ഷെ അതിനുശേഷം ഇവൻ എന്തിനു ഇവളെ കൊന്നു എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇവന് കഴുത്ത് ഞെരിച്ചാണ് അവളെ കൊന്നിട്ടുള്ളത്. ഇങ്ങനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ മാത്രം ഇവർക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാക്കുക? അതിനെക്കുറിച്ചൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇവൻ എന്തിനാണ് അവളെ കൊന്നത് എന്നതിന്റെ മോട്ടീവ് ഇപ്പോഴും വ്യക്തമല്ല. ഇനി ബലാത്സംഗം ചെയ്യുന്നതിനിടയ്ക്ക് ആക്സിഡന്റിൽ സംഭവിച്ചതാണോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ ഇവരിങ്ങനെ ഒരു കൊലപാതകം നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവരൊരു ഭയങ്കര സൈക്കോ ആണ്, അതല്ല എങ്കിൽ ഇവൻ ആരുടെയൊക്കെയോ സഹായം ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ജീവന തുല്യം സ്നേഹിക്കുന്ന സ്വന്തം കാമുകി ഇവനിങ്ങനെ കൊന്നു തള്ളില്ലല്ലോ. പക്ഷെ ഇതിനേക്കാളൊക്കെ എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടി മരണപ്പെടുന്നത് രാത്രി 7 മണി സമയത്താണ്. ഈ രാത്രി 7 മണി സമയം എന്ന് പറയുമ്പോൾ പോലീസുകാരും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഈ പെൺകുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന സമയമാണ്. ആ സമയത്താണ് ഇപ്പുറത്തി ഒരു 16 വയസ്സുകാരൻ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത്. അപ്പോഴും എന്റെ ചോദ്യം അതല്ലേ, ഈ പെൺകുട്ടി രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ സ്കൂളിലേക്ക് പോയിട്ടില്ല, നേരെ പോയത് കാമുകന്റെ അടുത്തേക്കാണ്. രാവിലെ തൊട്ട് അവൾ കാമുകന്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് മണിക്കൂർ കാമുകന്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് രാത്രി 7 മണിക്ക് അവൾ കൊല്ലപ്പെടുന്നത്. മിനിമം അവര് തമ്മിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് കാണണം. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു ദൈവത്തിന് അറിയാം അല്ലെ. കൊന്നവനെ പ്രായം വെച്ച് നോക്കുമ്പോൾ കൗമാരപ്രായമാണ്, എടുത്തുചാട്ടത്തിന് പുറത്ത് പലതും ചെയ്യാം. പക്ഷെ ഒരു കൊലപാതകം ചെയ്യാൻ മാത്രം ഇവനെങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയോ ദുരൂഹതകൾ ഈ കേസിനെ മറി നീക്കി പുറത്തു വരേണ്ടതുണ്ട്. ഒരു 16 വയസ്സുകാരൻ ചുമ്മാ ഒരു പെൺകുട്ടിയെ കൊന്നു തള്ളുമെന്ന് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. എന്തായാലും ഇവന്റെ മെന്റാലിറ്റി ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ. ഇനി എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളെ കൊന്നു തള്ളണമെന്നുണ്ടെങ്കിൽ ചില്ലറ മനക്കെട്ടി പോരാ, അതും ഈ പ്രായത്തിൽ. എനിവേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട പെൺകുട്ടിയുടെ ഒരു ബന്ധു ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അവരുടെ പ്രതികരണം ഒന്നാണ് കേട്ടോ. ഇനി രാവിലെ 7:00 സ്കൂളിൽ പോകും, പിന്നെ വൈകിട്ട് 4:00 വരവുണ്ട്.
അസംബരെ കുറച്ച് വൈകി പോയി. ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയതാണ്. അമ്മ തന്നെയാണ് സ്കൂളിലേക്ക് വിട്ടത്. പക്ഷേ സ്കൂളിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. അങ്ങനെ മിസ്സിംഗ് ആണെന്നൊരു ഏകദേശം ഒരു ഈവനിങ്ങിൽ അറിയണത്. അപ്പോൾ കുട്ടി ഒരു നമ്പറിൽ നിന്ന് വിളിച്ചു, ഞാൻ അവിടെ എത്താനായി, വീട്ടിലെത്താനായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ഫോണില്ലേ? ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല. അപ്പം അങ്ങനെ അമ്മക്ക് സംശയം തോന്നിയപ്പോഴാണ് അമ്മയാണ് പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു. സാർമാർ അന്വേഷിച്ചു. ഇവിടെ തൊടുവപ്പലം വരെ ആ ഒരു നമ്പറിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ട് അവർ അന്വേഷിച്ചു. പിന്നെ ഇപ്പം അറിയണത് ഈ ചെക്കനെ ഇവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കുട്ടീനെ ആരും കണ്ടതായിട്ട് പറയും. പിന്നെ പറഞ്ഞു ഒരു 4 പേര് ഇതിലങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്, അതിലൊരു പെൺകുട്ടീൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ന്യൂസ്. വളരെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ബന്ധു പങ്കുവെക്കുന്നുണ്ട് അല്ലേ. ഒന്ന്, രാവിലെ സ്കൂളിലേക്കൊന്നും പറഞ്ഞ് പോയി ഈ പെൺകുട്ടി വൈകുന്നേരം സമയമായപ്പോ ഞാൻ എത്താനായി അമ്മയെന്നും പറഞ്ഞ് ഏതൊരു ഫോണിൽ നിന്നും അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വിളിക്ക് ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ കുഞ്ഞിനെ കാണാതായപ്പോ ആ ഫോണിലേക്ക് അമ്മ തിരിച്ചു വിളിച്ചപ്പോ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി തന്നെ കിടക്കാണ്. ആ ഫോൺ ഇപ്പോഴും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമതായി ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന റെയിൽവേ ട്രാക്കിന് സമീപം 4 പേര് ആരൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിലൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇതിലൊരു ഗ്യാങ് ഇൻവോൾവ്മെന്റ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 16 വയസ്സുകാരൻ ഒരിക്കലും ഒരു കൊലപാതകം ഒറ്റയ്ക്ക് നടത്താൻ പറ്റത്തില്ല. അതും ഇത്രയും കാലം പ്രേമിച്ചൊരു കാമുകിയെ. എനിക്ക് തോന്നില്ല അവന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും ഈ പെൺകുട്ടി കൊല്ലപ്പെട്ട ഭാഗത്ത് 4 പേര് ഒരുമിച്ച് കണ്ടു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി എന്തായാലും ബന്ധുവിന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. അത്ര അനുഭവമില്ല. കുട്ടി സ്കൂളിൽ പോയിട്ട് ക്ലാസ് പോകാത്ത പ്രശ്നം ആയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഈ ചെക്കനായിട്ട് ചെറിയ റിലേഷൻ ഉണ്ടായിരുന്നു. അതൊന്ന് വാൺ ചെയ്ത് വിട്ടിട്ട് ഈ കുട്ടി ഒരു നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അറിയണത് കുറച്ച് MDMA അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഓന് ഒറ്റയ്ക്കല്ലത്, ആള് വേറെ സഹായികളുണ്ട്. ശക്തമായ അന്വേഷണം. ഓക്കെ, ഓൻ ഒറ്റക്കല്ല, വേറെ ഏതൊക്കെയോ ആളുകൾ സഹായത്തിനുണ്ട് എന്നൊക്കെയാണ് ഈ പറഞ്ഞ ബന്ധു പറയുന്നത്. പിന്നെ അവൻ MDMA കഞ്ചാവിനും ഒക്കെ അടിമയാണെന്നൊക്കെയാണ് ഈ പറഞ്ഞ ബന്ധു പറഞ്ഞു വെക്കുന്നത്. ഈ MDMA കാര്യത്തിൽ എത്ര സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അത് സത്യമാണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. എനിക്ക് തോന്നുന്നത് ലഹരിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ ഇതിൽ ഉണ്ടാവണം. കാരണം ലഹരിന്റെ പുറത്തല്ലാതെ ഇങ്ങനെ ഒരു കൊലപാതകം ഒരു 16 വയസ്സുകാരന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട് അല്ലേ. സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ. ഇനി ഈ പെൺകുട്ടി കൊല്ലപ്പെട്ട സ്ഥലത്തുള്ള ചില പ്രദേശവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ പ്രതികരണം ഒന്ന് കേട്ടോ. അതാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നലെ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടി തുടിയപ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 300 മീറ്റർ അകലെയുള്ള വീട്ടിൽ ഈ പ്രതിയാണെന്ന് പറയുന്ന ഈ പയ്യൻ വന്നിരുന്നു. വന്ന് വെള്ളം ചോദിച്ച് വെള്ളം കൊടുത്തു. അപ്പൊ എവിടുന്നാ വരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പിന്നെ കടയിൽ ജോലി ചെയ്യുന്നതാണ്, വഴിതെറ്റി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവിടെയുള്ള വീട്ടിൽ നിന്ന് പിന്നെ ഫോൺ വാങ്ങി അവന്റെ വീട്ടിലേക്ക് വിളിച്ചു. ഇയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, എന്നാലും അവർ ചോദിച്ചിട്ടുണ്ടോ അറിയോ? അല്ല, അയാളെ കയ്യിലുണ്ടോ എന്നുള്ളത് അറിയില്ല. ഫോൺ ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിയില്ല. അവിടുന്ന് ഫോൺ വാങ്ങി അവന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പിന്നെ ഇവര് തിരിച്ചു വിളിച്ചപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്രയുള്ള വിവരം അറിയുള്ളൂ. പിന്നെ ഇന്ന് രാവിലെ പിന്നെ ഈ ആളായിട്ട് പോലീസ് റെയിലിന് തുടിയപ്പല റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുനിന്ന് പിന്നെ ഒരു 4-5 പോലീസുകാർ ഇവനെ കൊണ്ടുവരുന്നത് കണ്ടു. റെയിലിന് നേരെ ഏകദേശം 2 കിലോമീറ്റർ പുറത്ത് വന്ന് ഇവർ സ്ഥലം കാണിച്ചു കൊടുത്തു. അതുണ്ടായിരുന്നു. പോലീസ് ഈ വീട്ടുകാരെ ബന്ധപ്പെട്ടത്, അതായത് ഇവൻ വെള്ളം കുടിക്കാൻ ഒരു വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് കരുവാർക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ വരിക. അവർ പോലീസ് വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ വീട്ടിലൊരാൾ വന്നു എന്നുള്ളത് അറിഞ്ഞത്. പിന്നെ നാട്ടുകാരൊക്കെ കൂടി രാത്രി തെരച്ചിൽ നടത്തി, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെയും പോലീസ് ഈ ഭാഗങ്ങളൊക്കെ പരിശോധന നടത്തിയിരുന്നു. ഉണ്ടായിരുന്നു, രാത്രി ഉണ്ടായിരുന്നു. ഇവൻ എന്തു പറഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് കയറി വന്നത്? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അല്ല, അവൻ കടയിൽ നിൽക്കുന്ന ആളാണ്, അങ്ങനെ വഴി തെറ്റി വന്നതാണെന്നാണ് പറഞ്ഞത്. ഒന്ന് വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു പിന്നെ അവിടെ വീട്ടിൽ നിന്ന് ഫോൺ എടുത്ത് വിളിച്ചിട്ട് അവൻ പോവുകയും ചെയ്തു. വീട്ടിലേക്ക് എന്താണ് വിളിച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അങ്ങനെ കേട്ടില്ല, അതറിയില്ല കറക്റ്റ്. ഏകദേശം എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വിളിച്ചിട്ടുണ്ടാവുക? അതല്ല, അതൊരു 11 മണിക്ക് അവന് പിന്നെ വീട്ടിലെത്തിയെന്നാ പറഞ്ഞത് വീട്ടുകാർ. ഇവന്റെ പരിഭ്രാന്തിയോ ദുരൂഹതയോ തോന്നിയിട്ടായിരിക്കും ഇവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത? അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പിന്നെ പന്നി മുന്നിക്ക് ചാടി എന്നൊക്കെ പറയുന്നത്. അതായത് വാഹനത്തിൽ ബൈക്കിലായിരുന്നു ബൈക്കിലല്ല, അവൻ വീട്ടിൽ വന്നിട്ട് പിന്നെ വെള്ളം ചോദിച്ചിട്ട് അങ്ങനെ തന്നെ ഓന്റെ കടയുടെ വർക്ക് ചെയ്യുന്ന ഷോപ്പത്തെ ആള് പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലാക്കി കൊടുത്തു എന്നാണ് അവിടെ ആ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. എവിടെ വർക്ക് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? വണ്ടൂർ എന്തോ ഒരു ഇലക്ട്രിക്കിന്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു 16 വയസ്സുകാരൻ വണ്ടൂരിൽ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ വർക്ക് ചെയ്യുക. പഠിക്കേണ്ട പ്രായമാണെന്ന് ഓർക്കണം. ഈ ചങ്ങായി സ്കൂളിലേക്ക് ഒന്നും പോകാറില്ല എന്നാണ് കേട്ടത്. നമുക്ക് അതിലേക്കൊക്കെ വരാം. എനിവേ, ഈ പ്രദേശവാസികൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടി 7 മണിക്കാണ് മരണപ്പെടുന്നത്.
അങ്ങനെ മരണപ്പെട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് 9 മണിയായ സമയത്ത് ഈ കൊന്ന 16 വയസ്സുകാരൻ പ്രദേശത്തുള്ള ഏതൊരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആ വീട്ടിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ച് സ്വന്തം അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോൺ വിളിച്ച ശേഷം അവൻ ആ സ്ഥലത്ത് ഒന്ന് മുങ്ങി. എന്തായാലും ഇവന് വെള്ളം കൊടുത്ത വീട്ടുകാർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അവൻ അവിടെ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ അവിടെ എത്തി എന്ന് അവന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ പോയിന്റ് അതല്ല, 7 മണിക്ക് ഈ പെൺകുട്ടി മരണപ്പെടുന്നു, 9 മണിക്ക് ഈ പെൺകുട്ടിയെ കൊന്നവൻ, അതായത് അവളുടെ കാമുകൻ, തൊട്ടടുത്ത് ഏതോ വീട്ടിൽ കയറി വെള്ളം ചോദിക്കുന്നു. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി മരണപ്പെട്ട് 2 മണിക്കൂറോളം ഇവൻ ആ പരിസര പ്രദേശത്ത് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാവണം അല്ലെ? ആ 2 മണിക്കൂർ അവൻ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു കൊലപാതകം നടത്തിയതിന് പരിഭ്രാന്തിയിൽ ചുറ്റിക്കറങ്ങിയതാകും അല്ലെ? കാരണം ഒരു കൊലപാതകം ചെയ്യുന്ന സമയത്ത്, അതും ഒരു 16 വയസ്സുകാരൻ കൊലപാതകം ചെയ്യുമ്പോൾ എന്തായാലും അവന്റെ മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ടാകും. അവൻ അവിടുന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാക്കണം. എന്തായാലും രാത്രി 9 മണിക്ക് പരിസര പ്രദേശത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഫോൺ വാങ്ങി ഇവൻ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കുറച്ച് പോലീസുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പോലീസുകാരെ കണ്ടപ്പോൾ അവന് പരിഭ്രാന്തനായി ഒന്ന് നടുങ്ങി എന്നൊക്കെ ഈ പറയുന്ന പ്രദേശവാസികൾ പറയുന്നുണ്ട്. നമ്മൾ അന്ന് കേട്ടോക്കാം. റെയിൽവേ ട്രാക്കിലാക്കി കൊടുത്തു, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആക്കി കൊടുത്തു. പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൊടുക്കുന്ന അവളോട് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അവർ 10 രൂപ കൊടുത്തിട്ടുണ്ട് അവന്. അപ്പോൾ അതിനുശേഷം അവന് ഈ പോലീസിനെ കണ്ടപ്പോൾ അവിടുന്ന് ഓടിക്കളയാണ് ചെയ്തത്. പിന്നെ അതായത് ആ ഭാഗത്ത് ഇന്നലെ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു 8-9 മണി വരെ പോലീസ് അവിടെ ഉണ്ടായിരുന്നു, ആ പരിസരത്തുണ്ടായിരുന്നു. ആ സമയത്താണ് അവനവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോലീസിനെ കണ്ടപ്പോൾ അവന് അവിടെ ഓടുക ചെയ്തത്. വെള്ളം കുടിച്ചതിന് ശേഷം ഇവൻ തന്നെ വണ്ടിയിലാണ്. പിന്നെ പോലീസിനെ കണ്ട ശേഷം അവന് പിന്നെ ഈ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി. പിന്നെ ഞങ്ങളാരും കണ്ടില്ല, വീട്ടുകാർ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇന്നലെ. ഞങ്ങൾക്ക് അവിടെ സമയത്ത് ഉണ്ടായിരുന്നു, തൊടുകപ്പലം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും പോലീസിന്റെ ഉണ്ടായിരുന്നു ഇവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ വീട്ടുകാരെ തന്നെ എന്ത് ചെയ്തു, വീട്ടിലെത്തിയോ എന്നുള്ള കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് അവന്റെ വീട്ടിലോട്ട് ഒന്നുകൂടി വിളിക്കേണ്ടായി. അപ്പൊ എത്തി, അവന് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, അവന് ചെറിയ പേടിയുള്ള കൂട്ടത്തിലാണെന്നൊക്കെയാണ് അവര് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന കുട്ടിയെ കണ്ട് പരിചയമുണ്ടോ നേരത്തെ? ഇല്ലല്ല, ഇവിടെ അങ്ങനെ പരിചയമോ കാര്യങ്ങളൊന്നും ഇല്ല. പോലീസ് എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്? CCTV കേന്ദ്രീകരിച്ച്? CCTV കേന്ദ്രീകരിച്ചല്ല, പോലീസിനെ നമ്മൾ അറിയിക്കായിരുന്നു. കാരണം ഇവന്റെ നമ്പർ, അവന്റെ വീട്ടിലോട്ട് വിളിച്ച നമ്പർ എന്ത് ചെയ്തു, ആ വീട്ടുകാരെ നമുക്ക് തന്നത് നമ്മൾ അപ്പൊ തന്നെ കരുവാറുണ്ട് SHO കൈമാറിയിരുന്നു. പോലീസിന് നേരത്തെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്, അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. പോലീസ് എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ ടവർ ലൊക്കേറ്റ് ചെയ്താണ് തൊടുപുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഫോണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പോലീസിനെ കണ്ടതിന് ശേഷം എന്ത് ചെയ്തു, അവിടെ ഒന്നും കാണുന്നില്ല. രണ്ടാമത് ചോദിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ അപ്പുറത്തോട്ട് മാറി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അധികം പാടൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവനെ പിടിച്ചങ്ങ് ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇവനെ സത്യം അങ്ങ് തുറന്ന് സമ്മതിച്ചല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അധികം മെനക്കെടേണ്ടി ഒന്നും വന്നിട്ടില്ല. ഇനി ഇതിനെല്ലാം ഇടയിൽ ഈ പെൺകുട്ടിയുടെ സ്കൂൾ അധ്യാപകൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഈ പെൺകുട്ടിയെ ഇന്നലെ സ്കൂളിൽ വന്നിട്ടില്ല. കുട്ടി ഇന്നലെ സ്കൂളിൽ ആബ്സെന്റ് ആണ്. സ്കൂളിൽ യൂണിഫോമിലിട്ട് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ ഇന്നലെ കയറാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ പെൺകുട്ടിയും ഈ പയ്യനും തമ്മിൽ അടുപ്പമുണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു? 1-2 പ്രാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പേരൻസ് തന്നെ സ്റ്റേഷനിലൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ്? ഈ പ്രതി എന്ന് പറയുന്ന ആളുടെ, ഞങ്ങൾ ഹൈസ്കൂളിലെ അധ്യാപകരാണ്. പ്രതിയായിട്ടുള്ള കുട്ടി ഹയർ സെക്കൻഡിലാണ്. അപ്പോൾ കുട്ടി പ്രതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല. കുട്ടി പലപ്പോഴും സ്കൂളിൽ നിന്ന് വരാറില്ല എന്നൊക്കെ പറയുന്നു. ഹയർ സെക്കൻഡിലെ കുട്ടി സ്കൂളിൽ വരാറില്ല. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇതുവരെ സ്കൂളിലോട്ട് വന്നിട്ടില്ല. പെൺകുട്ടി എങ്ങനെ സ്കൂളിൽ വരുന്നതാണ്, സ്ഥിരം വരുന്ന കുട്ടികളാണ്. പക്ഷേ ഇന്നലെയും എൻ്റെ തലേദിവസം വന്നിട്ടില്ല. തലേദിവസം അമ്മയുടെ വീട്ടിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ പക്ഷേ സ്കൂളിൽ വന്നിട്ടില്ല. കുട്ടി ഒരു ദളിത് കുടുംബത്തിലെ കുട്ടിയാണ്. ആ കുട്ടിയും ആ കുട്ടിയുടെ അനുജത്തിയായ പെൺകുട്ടിയും. അവസാനമായി ഈ പയ്യൻ ക്രിസ്മസ് പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലേക്ക് വന്നതാണ്. അതിനുശേഷം വന്നിട്ടേ ഇല്ല. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു അല്ലേ? അത്രയും ദിവസം ഇവന് സ്കൂളിൽ ആബ്സെന്റ് ആയിരുന്നു. ഇപ്പൊ മറ്റു പല പണികളും തരികടകളുമായി ഇങ്ങനെ നടക്കായിരുന്നു. എന്തായാലും കൊള്ളാം, പഠനത്തിൽ ഉഴപ്പൻ, ലഹരി ഉപയോഗിക്കുന്നെന്ന് പലരും ആരോപിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ ഇവന് ആളത്ര വെടുപ്പല്ല എന്ന് മനസ്സിലാക്കാമല്ലോ. എന്തായാലും ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മറു നീക്കി പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് ഉറപ്പായും പുറത്തു വരേണ്ട കാര്യമാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.